ഹലോ, ഹൈക്കമാൻഡിനോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഒന്നുകൊണ്ട് പേടിക്കണ്ട. എടോ ദിനേശ, ഗോപാലേട്ടൻ്റെ വീട്ടിൽ നമ്മൾ കയറണോ? കയറണമെന്നൊന്നുമില്ല. ഇതുമ്പോ കുറച്ച് ഓട്ടാ. പക്ഷെ അധികാരം കിട്ടണ്ടേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും കയറണം. ഗോപാലേട്ടാ, അറിയാലോ ഇലക്ഷനാണ്. നമ്മളെ സ്ഥാനാർത്ഥിന്റെ ചിഹ്നം ഇതാണേ, മറക്കണ്ട. അതെന്ത് പറയാനാ, നമ്മൾ ജനിച്ചത് മുതലേ ഒരൊറ്റ ചിഹ്നത്തിലേ കുത്തിയിട്ടുള്ളൂ, അത് ഇതാ. ഗോപാൽട്ടാ, ഒരു 10ാമത്തെ കൊല്ല. ഇപ്രാവശ്യം അധികാരം കിട്ടില്ല. നമ്മളെ കാര്യം കട്ടപ്പുകയാട്ടോ. ഇതൊക്കെ എന്ത് പറയാനാ, ഗോപാലേട്ടൻ നമ്മളെ സ്വന്തം ആളല്ലേ. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി 2.5 ലക്ഷം വീടുകൾ കണ്ണൂർ വിമാനത്താവളം നാളെ ഉദ്ഘാടനമായി ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ഷനുകൾ ലക്ഷ്യമിട്ട് പണമില്ലാത്തത് കാരണം വിശപ്പടക്കാൻ പ്രയാസപ്പെടുന്ന മനുഷ്യർക്ക് കൈത്താങ്ങാണ് ജനകീയ പൈസ ക്ലാസ് മുറികളാണ് തയ്യാറായിരിക്കുന്നത്. വയനാട്ടിലെ കായിക മേഖലയുടെ കടലോര മേഖലയിലെ ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയായ തീരദേശ ഹൈവേ തിരുവനന്തപുരം വരെയുള്ള മലയോര മേഖലകളെ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന മലയോര ഹൈവേ നിർമ്മാണം കോഴിക്കോട് ജില്ലയിൽ പുരോഗമിക്കുന്നു. ഇടത് സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് കോഴിക്കോട്ട് നിന്ന് ചുരം കയറാതെ വെറും 8 കിലോമീറ്റർ യാത്ര കൊണ്ട് വയനാട്ടിലെത്താം. രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരത്തിൽ കേരളം ഒന്നാണ്. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന റാങ്കിങ്ങിൽ കേരളം ഒന്നാം.